ഷാഫിഈ മദ്ഹബുമായി കാണുന്ന നേർച്ചകൾക്കോ ജാറങ്ങൾക്കോ മഖബറകൾക്കോ ഒരു ബന്ധവുമില്ല. ഇത് ഷാഫിഈ മദ്ഹബിൽ പോലും പറഞ്ഞിട്ടില്ല, ഒരു മദ്ഹബിലും പറഞ്ഞിട്ടില്ല. ഹനഫിയിലുള്ള, മാലിക്കിയിലുള്ള, ഷാഫിഈയിലുള്ള, ഹംബലിയിലുള്ള കൊണ്ടുവരും നിങ്ങൾ തെളിവ്. ഏതെങ്കിലും ഒരു കിതാബ്, മദ്ഹബിന്റെ കിതാബിൽ ഇവിടെ ഈ നടക്കുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്ക് ഒരു തെളിവ്, ഒരു വരിയെങ്കിലും തെളിവ് നിങ്ങൾ കൊണ്ടുപോകാൻ ഒരു തെളിവില്ല. എന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാക്കക്കാരണവന്മാരായി ഞങ്ങൾക്ക് ലഭിച്ചു വന്ന ദീനാണ് ഇത് എന്നാണ്. ഒരു കാക്കക്കാരണവന്മാർ ഇത് പഠിപ്പിച്ചിട്ടില്ല, ഒരു ഇമാമിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടില്ല, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഒരാളും പഠിപ്പിച്ചിട്ടില്ല, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല. ഇത് ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കുന്നതാണ്. മറ്റു ചില റിവായത്തുകളിൽ അവിടുന്ന് പറഞ്ഞു ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതുപോലെ ഒരു പരലോകം എനിക്കും വരാനുണ്ട് എന്ന ബോധ്യവും തിരിച്ചറിവും ഖബറുകൾ സന്ദർശിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഈ ചിന്തയുണ്ടാക്കാൻ, ഈ ഓർമ്മയുണ്ടാക്കാൻ ഖബർ സന്ദർശനം സഹായകമാണ്. ഞാൻ ആലോചിക്കാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇതാ ഇവിടെ നേർച്ച നടക്കുന്നുണ്ടല്ലോ. ഈ നേർച്ചയിൽ 100 ആനകളെ കണ്ടാൽ, അവിടെ നടക്കുന്ന ചെണ്ടകൊട്ട് കേട്ട് കഴിഞ്ഞാൽ, മ്യൂസിക്കുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ, അതിനിടയിൽ ഡാൻസ് നടത്തി കഴിഞ്ഞാൽ, അന്യ പുരുഷന്മാരും സ്ത്രീകളും കൂടി കലർന്നു കഴിഞ്ഞാൽ, ഖബറിന്റെ അരികിൽ പോയി ബാൻഡ് മേള നടത്തിയാൽ, അവിടെ ഇതാ ഇപ്പോൾ തന്നെ കാണുന്നത് പോലെ കയറാനും ആഘോഷിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് മരണത്തെക്കുറിച്ചാണ് ആരാണ് ചിന്തിക്കുന്നത്? ഇത് ഏത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട സിയാറത്താണ്? ഖബർ സിയാറത്ത് എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, അതിൽ ഇസ്ലാമികമായ പാകപ്പിഴവുകളുണ്ട്. അതിൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളുണ്ട്.